Hello dears, welcome back. This is our second class for the poem On Killing a Tree, second chapter, second module from Zeitgeist Reading on Contemporary Culture. In previous class, we had gone through its introduction and we got its author, theme and background of this poem. And here now in this video, let us read the poem. The first stanza. It takes much time to kill a tree. Not a simple jab of the knife will do it. It has grown, slowly consuming the earth, rising out of it, feeding upon its crust, absorbing years of sunlight, air, water. And out of its leprous hide sprouting leaves. Yes, as we understood before, here in this poem, Gev Patel explains the process of cutting tree by an ironic way. Poet says that it takes much more time to kill a tree, to destroy a tree. ധാരാളം സമയം വേണം ഒരു മരത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിന്. ജാബ് ഓഫ് നൈഫ് എന്ന് പറയുമ്പോൾ വെട്ട് അല്ലെങ്കിൽ ഇടിക്കുക, കുത്തുക എന്നൊക്കെ പറയാം. Yes, a sharp cut with a knife, it is not enough to destroy, to kill a tree. ഒരു മരത്തെ നശിപ്പിക്കാൻ ഒരു കത്തി കൊണ്ടൊരു വെട്ട് മാത്രം മതിയാകില്ല. ബിക്കോസ് ആ മുറിച്ചിട്ട ഭാഗത്തിൽ നിന്ന് ഇറ്റ് വിൽ ഗ്രോ അഗെയിൻ ആൻഡ് ബിക്കം എ ട്രീ. വീണ്ടും ഒരു മരമായി വളർന്നു വരാനുള്ള സാധ്യത. അതിനാൽ കേവലം ഒരു നൈഫ് കൊണ്ട് കട്ട് ചെയ്യൽ കൊണ്ട് മാത്രം ഒരു മരത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. And poet says that you cannot kill a tree with a knife because it has grown gradually by consuming the earth, absorbing elements of earth. ഭൂമിയിലെ എല്ലാ ലവണങ്ങളും മൂലകങ്ങളും മറ്റുമൊക്കെ ആഗിരണം ചെയ്തുകൊണ്ടാണ് അത് വളർന്ന് വന്നിരിക്കുന്നത്. Rising out of it. It is raised out of the earth, out of the soil. Feeding upon the crust. Eating, absorbing the materials from the crust of the earth. ഭൂമിയുടെ ഈ ഉപരിഭാഗത്തിൽ നിന്ന് അതിലെ ആവശ്യമായ മൂലങ്ങളൊക്കെയും ആകെ സ്വീകരിച്ചാണ്, ആഗിരണം ചെയ്താണ് അത് വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരു നൈഫ് കൊണ്ടുള്ള കട്ടിങ് കൊണ്ട് മാത്രം അതിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യമല്ല. And it absorbed years of sunlight, air, water. അപ്പോൾ അന്തരീക്ഷത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആവശ്യമായ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചാണത് വളർന്നു വന്നിട്ടുള്ളത്, ഇങ്ങനെയൊരു മരമായി തീർന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഹാസ് ഗ്രോൺ ഫ്രം ഔട്ട് ഓഫ് ഇറ്റ്സ് ലേപ്പറസ് ഹൈഡ്. ലേപ്പറസ് ഹൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലോസറിയിലുണ്ട് റിസംബ്ലിങ് ലേപ്രസി, കുഷ്ഠരോഗം. ലേപ്രസി എന്ന് പറയുമ്പോൾ ആൻ ഇൻഫെക്ഷൻ ഡിസീസാണ്, ഒരു കുഷ്ഠരോഗം അല്ലേ. ഇറ്റ് ഈസ് ലേപ്രസ് ബിക്കോസ് ദ സർഫേസ് ഓഫ് ദി ബാർക്ക് ഈസ് ഡിസ്ഫിഗേർഡ് ആൻഡ് ഇറഗുലർ. മരത്തിൻ്റെ തൊലിയിൽ നിന്നാണ് ഇത് നാമ്പ് പൊട്ടി തളർത്തു വന്നിരിക്കുന്നത്. ആ മരത്തിൻ്റെ സ്കിന്ന്, അതിൻ്റെ തൊലി ലാപ്രസ് പോലെയാണ്, റിസംബ്ലിങ് ലാപ്രസി, കുഷ്ഠരോഗിയെപ്പോലെ. അതായത് കുഷ്ഠരോഗിയുടെ സ്കിന്നിനെ പോലെ ഡിസ്ഫിഗേർഡായിട്ട്, ഇറഗുലറായിട്ട്, മനോഹാരിത നഷ്ടപ്പെട്ട, ഇറഗുലറായ, വൃത്തിഹീനമായ അത്തരം ഒരു രീതിയിലായിരിക്കുമല്ലോ ഈ മരത്തിൻ്റെ സ്കിന്ന് കാണുന്നത്. ഇവിടെ ഹൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലോസറിൽ പറയുന്നത് പോലെ സ്കിൻ എന്നാണ്. കുഷ്ഠരോഗിയുടേതിന് സമാനമായ സ്കിന്നിൽ നിന്നാണ്, തൊലിപ്പുറത്ത് നിന്നാണ് ഇത്തരം മരങ്ങളുടെ നാമ്പുകൾ തളർത്തു വരുന്നത്. സ്പ്രൗട്ടിംഗ് ലീവ്സ്. യെസ്, ഇറ്റ് ഈസ് ആൻഡ് ഇറ്റ്സ് ലീവ്സ് ഈസ് സ്പ്രൗട്ടഡ് ഫ്രം ദി ലേപ്രസ് ഹൈഡ്. സ്പ്രൗട്ടിങ്, ന്യൂ ഗ്രോത്ത്, മുള വരിക, നാമ്പ് വരിക, തളർത്തി വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ അന്തരീക്ഷത്തിലെ എല്ലാ കാര്യങ്ങളും ആഗിരണം ചെയ്തുകൊണ്ട് മരത്തിൻ്റെ തന്നെ തൊലിയിൽ നിന്നൊക്കെയാണ് ഇത് മുള പൊട്ടി വളർന്നു വന്ന് വലിയൊരു മരമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരു ജാബ് ഓഫ് നൈഫ് കൊണ്ട് മാത്രം ഒരു മരത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് പോയറ്റ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ പറഞ്ഞു വെക്കുന്നത്. Next stanza. So hack and chop, but this alone won't do it. Not so much pain will do it.
The bleeding bark will heal, and from close to the ground will rise curled green wings, which it unchecked will expand again to former size. Yes, the poet says that the hacking and chopping that are not enough to destroy, to kill a tree. Hack and chop. We already told its meaning in previous class. മുറിക്കുക, കഷ്ണങ്ങളാക്കുക. ചോപ്പ് എന്ന് പറയുമ്പോൾ ചിന്ന ഭിന്നമാക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ഇങ്ങനെ മുറിച്ചിട്ടത് കൊണ്ട് മാത്രം, കുത്തി നുറുക്കിയത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു മരത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യമല്ല. യെസ്, ദിസ് അലോൺ വോണ്ട് ഡു ഇറ്റ്. വിത്ത് ദിസ് ഹാക്കിംഗ് ആൻഡ് ചോപ്പിംഗ് അലോൺ വോണ്ട് കിൽ എ ട്രീ കംപ്ലീറ്റ്ലി. നോട്ട് മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്. യെസ്, this hacking and chopping won't kill a tree because it will not do much pain it. കാരണം ചോക്കിങ്ങും ഹാക്കിങ്ങും ആ മരത്തിന് ഒരു തീവ്രമായ വേദന നൽകാൻ കഴിയുന്നില്ല. അതായത് ഒരു വസ്തു മരിക്കുന്നത്, നശിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ അസഹ്യമായ അങ്ങേയറ്റത്തെ വേദന അനുഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് ശേഷമാണ്. സോ ഇവിടെ ഈ ഒരു മരത്തിന് അത്തരത്തിലുള്ളൊരു വേദന നൽകാൻ ഹാക്കിങ്ങും ചോപ്പിങ്ങിനും സാധ്യമല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണമായ നാശം ഹാക്കിങ്ങിലൂടെയും ചോപ്പിങ്ങിലൂടെയും നടക്കുന്നില്ല എന്നാണ് പോയറ്റ് പറയുന്നത്. ദ ബ്ലീഡിംഗ് ബാക്ക് വിൽ ഹീൽ. ഹീൽ ഉണങ്ങുക, സുഖപ്പെടുക, ബിക്കം ബെറ്റർ, ബിക്കം ഹെൽത്തി അഗെയിൻ എന്നൊക്കെ പറയാം. ദ ബ്ലീഡിംഗ് ബാക്ക്, ബാക്കു മീൻ സ്കിൻ, the covering skin of the tree. Bleeding, losing blood through an injured part, രക്തമൊലിക്കുക എന്നൊക്കെ പറയാം. Is the hacking and chopping, this won't kill a tree because the bleeding bark, the bleeding skin will heal or recover or will become healthy better soon. ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ മരം മുറിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒലിക്കുന്ന കറകൾ, ചെടിയുടെ മരത്തിൻ്റെ നീരുകളൊക്കെ പറയാം. അപ്പോൾ ഇവിടെ മരങ്ങൾ മുറിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒലിക്കുന്ന ആ ഒരു കറകൾ, അതിൻ്റെ രക്തം, ഉടനെ അത് ആ ഭാഗം സുഖപ്പെടുന്നു. അതിനാൽ തന്നെ ആ ഭാഗത്തു നിന്ന് വീണ്ടും മുളകൾ പൊട്ടി ചെടികൾ വളരുന്നു, കമ്പുകൾ വളരുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് വിൽ റൈസ് കേൾഡ് ഗ്രീൻ വിങ്സ്. കേൾഡ് മീൻസ് കേൾഡ് ഹെയർ എന്നൊക്കെ പറയാറുണ്ട്, ചുരുളായ കഷ്ണങ്ങൾ. ആ മരത്തിൽ നിന്ന് വെട്ടിയിട്ട അല്ലെങ്കിൽ മുറിച്ചിട്ട മരത്തടിയിൽ നിന്ന്, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിൽ നിന്ന് ചെറിയ നാമ്പുകൾ, ചെറിയ കമ്പുകളൊക്കെ വളർന്നു വരുന്നു. അങ്ങനെ വളഞ്ഞ ചുരുണ്ട കമ്പുകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നു. ആൻഡ് വിച്ച് ഇറ്റ് അൺചെക്ഡ് വിൽ എക്സ്പാൻഡ് അഗെയിൻ ടു ദ ഫോർമർ സൈസ്. യെസ്, ദീസ് സ്മോൾ തിങ്സ് വിൽ ബിക്കം ബ്രാഞ്ചസ് അഗെയിൻ and the tree will grow back into the former size if we forget to check regularly. ഇടയ്ക്കിടയ്ക്ക് ആ മുറിച്ചിട്ട മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന മരത്തടി ചെക്ക് ചെയ്യാതിരുന്നാൽ, ശ്രദ്ധിക്കാതിരുന്നാൽ അതിൽ നിന്ന് മുളകൾ പൊട്ടി കമ്പുകളായി വളർന്ന് വീണ്ടും പഴയ പോലൊരു മരമായി വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത്തരം വീണ്ടും വളർന്നു വരാനുള്ള സാധ്യതകളൊക്കെ തടയണം എന്നാണ് പോയറ്റ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഐറോണിക് വേയിലാണിത് പ്രസൻറ്റേഷൻ. സോ ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യുന്നു. വീണ്ടും ഒരു മരം വളർന്നു വരാനുള്ള എല്ലാ സാധ്യതകളെയും മനുഷ്യൻ തടഞ്ഞുകൊണ്ട് പൂർണ്ണമായി ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് പോയറ്റ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. നോ, the root is to be pulled out of the anchoring earth, is to be wrapped, tied, and pulled out, snapped out, or pulled out entirely, out from the earth cave, and the strength of the tree exposed, the source white and wet, the most sensitive, hidden for years inside the earth. The poet says that no, we cannot kill a tree with a single jab of a knife or hacking and chopping, but to kill a tree completely, to destroy a tree, we have to pull down its root from the earth. Anchoring earth. Anchoring, something made firm, to fix,
to be stuck, to be unable to move away from a position. ആ ഭാഗത്ത് നിന്ന് ഇളക്കി മാറ്റാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്യുക, ഉറപ്പിക്കുക, നങ്കൂരമിടുക. ആങ്കറിങ് എർത്ത്, അപ്പോൾ നങ്കൂരമിടുന്ന, അടിത്തറ ഇട്ടിരിക്കുന്ന ആ ഒരു ഭൂമിയുടെ ഭാഗത്തിൽ നിന്ന് അതിൻ്റെ വേര് പിഴുതെടുക്കുമ്പോഴാണ്, ടു പുൾ ഔട്ട്, വിത്ഡ്രോ, റിമൂവ് ചെയ്യുമ്പോഴാണ്, ഡ്രോ ഔട്ട് ചെയ്യുമ്പോഴാണ് ആ മരത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യമാകുന്നത്. ആ വേരിനെ പുൾ ഔട്ട് ചെയ്തില്ലെങ്കിൽ ആ വേരിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഇലകൾ തളിർത്ത് വന്ന് വീണ്ടും ഒരു മരമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മരത്തെ നശിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇതുകൂടെ ചെയ്യണം, ഭൂമിയിൽ നിന്ന് ആ വേരിനെ കൂടെ പിഴുതെറിയണം. ഈസ് ടു ബി റാപ്ഡ്, ടൈഡ് ആൻഡ് പുൾഡ് ഔട്ട്, സ്നാപ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് എൻറ്റയർലി. ആ വേരിനെ പുറത്തെടുക്കാൻ വേണ്ടി നമുക്ക് കയർ കൊണ്ട് ബന്ധിക്കേണ്ടി വരും, കെട്ടി വലിക്കേണ്ടി വരും. ആൻഡ് പുൾഡ് ഔട്ട്, സ്നാപ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് എൻറ്റയർലി. സ്നാപ്പ് പൊട്ടിക്കുക, കട്ട് ചെയ്യുക. ഒന്നുകിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ വേരിനെ എൻറ്റയർലി പൂർണ്ണമായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ചിലപ്പോൾ പൊട്ടിച്ചുകൊണ്ട്, മുറിച്ചെടുത്തുകൊണ്ട് ചെറിയ പീസുകളാക്കിയിട്ട് പുറത്തെടുക്കാനേ സാധിക്കുകയുള്ളൂ. Yes, it is to be wrapped, tied and pulled out in piece or removed fully from the earth. ഭൂമിയുടെ ആ ഭാഗത്തിൽ നിന്ന് വേരിനെ പിഴുതെറിയുമ്പോൾ പിന്നെ ആ ഭാഗം എർത്ത് കേവിനെ പോലെ, ഒരു തുരങ്കത്തെ പോലെ, ഗുഹയെ ഒക്കെ നമുക്ക് കാണാം. ആൻഡ് ദി സ്ട്രെങ്ത് ഓഫ് ദി ട്രീ എക്സ്പോസ്ഡ്. എക്സ്പോസ് ബോധ്യമാവുക, പ്രകടമാവുക. Yes, when the root is pulled out, then we can expose, we can see, we can understand that the strength of that tree had come from that root, from that cave of the earth. ഈ മുകളിലേക്ക് ഇത്രത്തോളം വളർന്നു നിന്നിരുന്ന ഈ ഒരു മരത്തിൻ്റെ സോഴ്സ്, ഈ ഒരു മരത്തിൻ്റെ സ്ട്രെങ്ത്ത് തീർച്ചയായിട്ടും വന്നിരുന്നത്, അതിൻ്റെ ഒരു ഉറവിടം ഈ വേരായിരുന്നു, ഈ ഒരു ഭൂമിയുടെ ഈ ഒരു എത്ത് കേവായിരുന്നു, അതിന് വേര് നിന്നിരുന്ന സ്ഥലമായിരുന്നു. ദ സോഴ്സ്, വൈറ്റ് ആൻഡ് വെറ്റ്, ദ മോസ്റ്റ് സെൻസിറ്റീവ്, ഹിഡൻ ഫോർ ദി ഇയേഴ്സ് ഇൻസൈഡ് ദ എർത്ത്. ആ ഒരു മരത്തിൻ്റെ ഉറവിടം, വെളുത്ത, നനവുള്ള, സെൻസിറ്റീവായ ആ ഒരു വേര്, ഹിഡൻ ഫോർ ദി ഇയേഴ്സ് ഇൻസൈഡ് ദ എർത്ത്. ഇസ് ദ വെറ്റ് ആൻഡ് വൈറ്റ് സെൻസിറ്റീവ് റൂട്ട് had been hidden inside the earth for years. ഒരുപാട് കാലം മണ്ണിനടിയിലായിരുന്നു ഇതിൻ്റെ ഉറവിടം. ആർക്കും അറിയാതെ ഈ ഒരു മരത്തെ താങ്ങി നിർത്തിയിരുന്ന ഈ ഒരു വേര് ആർക്കും അറിയാതെ ആ ഒരു മരത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഒരുപാട് കാലം ഭൂമിക്കടിയിലായിരുന്നു. ലാസ്റ്റ് സ്റ്റാൻസ. Then the matter of scorching and choking in sun and air, browning, hardening, twisting, withering, and then it is done. Yes, then after the root is pulled out, is to kill a tree, we have to scorch and choke the root in air and sun. Choking and scorching, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ക്ലോസറിൽ അതിൻ്റെ മീനിങ് ഒക്കെ. ചോക്കിംഗ് എന്ന് പറയുമ്പോൾ നശിപ്പിക്കുക, ഞെരുക്കി നശിപ്പിക്കുക, അവിടെ ശ്വാസം മുട്ടിച്ചു നശിപ്പിക്കുക എന്നൊക്കെയാണ്. ദെൻ സ്കോച്ചിങ് എന്ന് പറയുമ്പോൾ ചുട്ടരിക്കുക, കരിക്കുക, അല്ലേ, പൊള്ളിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ഈ മരത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ വേരുകൾ പുറത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് കഷ്ണങ്ങളാക്കി വെയിലിലും മഴയത്തും എയറിലും അതികഠിനമായ ചൂടിന് വിധേയമാക്കിയും ആ വേരിനെ പൂർണ്ണമായി നശിപ്പിക്കണം എന്നാണ് പോയറ്റ് പറയുന്നത്. ദെൻ ആഫ്റ്റർ ദിസ് ചോക്കിംഗ് ആൻഡ് സ്കോച്ചിങ്, ഈ ഒരു വേരുകൾ ബ്രൗൺ കളറായി മാറുന്നു. നേരത്തെ നാം പറഞ്ഞത് ആ വേരിനെ ഭൂമിയിൽ നിന്ന് പിഴുതെടുക്കുമ്പോൾ അതിൻ്റെ കളറ് വൈറ്റ് ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് നാമ്പുകൾ തളർത്ത് വരാത്ത വിധം അത് ബ്രൗൺ കളറായി മാറിയിരിക്കുന്നു. ദെൻ ഹാർഡനിങ്, നേരത്തെ സെൻസിറ്റീവായിരുന്നു, വെറ്റായിരുന്നു, സോഫ്റ്റായിരുന്നു, തൊടുമ്പോഴൊക്കെ ഒരു തണുപ്പും കുളിർമയും ഒക്കെ നമുക്ക് ബോധ്യമായിരുന്നു. ഇപ്പോൾ അത് ഹാർഡനിങ്, വളരെ പരിക്കൻ രൂപത്തിൽ വിറക് പോലെ ആയിരിക്കുന്നു. ട്വിസ്റ്റിങ്, വെയിൽ കൊണ്ട് അസഹ്യമായ ചൂട് കാരണം വളഞ്ഞ് പൊളഞ്ഞ് വികൃതമായ രൂപമായിരിക്കുന്നു. ദെൻ വിതറിങ്, ഗ്ലോസറിയിലുണ്ട്, വാനിങ്,
ഫേഡിങ് ഫ്രം ലൈഫ്, ക്ഷയിച്ചു പോയിരിക്കുന്നു, മങ്ങിപ്പോയിരിക്കുന്നു എന്നർത്ഥം. ഇത്രയും കാര്യങ്ങൾ നാം ചെയ്തു കഴിയുമ്പോൾ നൗ ദ കില്ലിംഗ് പ്രോസസ് ഈസ് കംപ്ലീറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ മരത്തെ പൂർണ്ണമായി നമുക്ക് നശിപ്പിക്കാൻ സാധ്യമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പോയിട്ടോട് പറയുന്നുണ്ടെങ്കിലും സാധാരണ മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മരത്തെ വീണ്ടും തളർത്തു വരാൻ പറ്റാത്ത രൂപത്തിൽ പൂർണ്ണമായി നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും ഒഴിവാക്കേണ്ടതാണ്. വനനശീകരണത്തിൻ്റെ നഷ്ടങ്ങൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ പോയയുടെ അവസാനിച്ചിട്ടുണ്ട്. Okay, let us meet with some other chapters in coming video. Thank you. Have a nice day.